ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. പക്ഷേ ഇത് നമ്മൾ അതിൻ്റെ മിക്സിങ് റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നുണ്ട് വെള്ളമൊന്നും ഒട്ടും കൂടരുത്. വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിചാരിക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു മൊരിഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കില്ലേ. സാധാരണ നമ്മൾ വട അല്ലെങ്കിൽ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഒരു ടെക്സ്ചർ അല്ല, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ കിട്ടും. പക്ഷെ വെള്ളം കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടയുടെ ഒക്കെ പോലെ ആയിപ്പോവും. പക്ഷെ ഉള്ളിലായിരുന്നാലും ഒട്ടും സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ആ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണുണ്ടാവും, എന്നാൽ മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ നമുക്ക് ഒട്ടും സമയം കളയേണ്ടതിന് നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരം റെഡി ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സിങ് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1 ഗ്ലാസ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് കൂടി ചേർക്കട്ടെ. ഇനി ഞാൻ ചെറിയ ജീരകം ചേർക്കുന്നത്. ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, ആ ജീരകം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീരകം ചേർക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒറ്റ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ആവണമല്ലോ. അപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്യാരറ്റാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഇത്രയ്ക്കുള്ള 1 കഷ്ണം ക്യാരറ്റ് എടുത്തു. ഈ ക്യാരറ്റ് നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും ചേർക്കണ്ട, ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യണ്ട, അതേപോലെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾ വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ. കാരണം ഞാനിത് കുറേ ടൈപ്പിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടായിരുന്നു ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലേക്ക് ആയപ്പോൾ ഇത്രയ്ക്ക് കുറച്ച് സാധനങ്ങളല്ലേ ചേർക്കുന്നുള്ളൂ, പിന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് കിട്ടാന്ന്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിലേക്ക് സവോളയും പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കണ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സവോളയും ഉരുളക്കിഴങ്ങും ഒന്നും ചേർക്കരുത് കേട്ടോ. പിന്നെ ക്യാരറ്റ് ആയിരുന്നാലും ഒരുപാട് കൂടുതൽ ചേർക്കണ്ട. ഇപ്പം ഞാൻ എടുത്തത് കണ്ടില്ലേ, ഒരുപാട് വലിയൊരു ഇതല്ല, അത്രയ്ക്ക് എടുത്താൽ മതി. അപ്പം നമ്മുടെ ക്യാരറ്റും ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം ഇതും ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ വെള്ളം ചേർക്കരുത്. അതേപോലെ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ലാസ്റ്റ് റെഡിയാക്കി എടുത്തു കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കില്ലേ, അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കാൻ പാടുള്ളൂ. വെള്ളം ഒട്ടും കൂടി പോരുത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്ന പോലെ നനച്ചിട്ടെടുക്കുക. ഇപ്പോൾ പൊടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. പുട്ടിൻ്റെ പൊടിയുടെ നനവാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇത് നമ്മളൊന്ന് ആവിയിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിരിക്കുള്ളൂ, ഭയങ്കരമായിട്ടായിട്ട് അങ്ങനെ മുറുകിയിരിക്കില്ല. നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടി നമ്മൾ നനച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിക്കില്ലേ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൂട്ടി ഇങ്ങനെ ഇരിക്കണം. ഇതിങ്ങനെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാട്ടോ വെള്ളത്തിൻ്റെ അളവ്. കാരണം ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇനി ഇത് നമുക്ക് അങ്ങനെ ഉരുട്ടി എടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് നനവ് കുറവുണ്ട്, നമുക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കണ്ട്.
കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചില വീഡിയോയിൽ ചിലത് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ എടുത്ത് പറയും. അപ്പോൾ ചിലത് പറയും കുറേ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്ന്. പക്ഷേ ചിലത് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എത്ര പറഞ്ഞാലും ചിലവർ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ എന്നാലും നമുക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഇതേപോലെ തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി പാത്രം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവിയിൽ വേവിക്കില്ലേ, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ തട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കട്ടെ. തീ ഓണാക്കാം. ഇതിന് ആവി വന്നു തുടങ്ങിയിട്ട് ഒരു 12-13 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉണ്ട വെന്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടുമല്ലോ. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിടാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതങ്ങനെ കുഴഞ്ഞു പോകില്ല കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ അങ്ങനെ വെള്ളം കുറേ ചേർത്തിട്ടില്ലല്ലോ. ഇത് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുക്കുമ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചെടുക്കില്ലേ, അതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് കറക്കുമ്പോൾ അതാകെ ഇങ്ങനെ കുഴഞ്ഞ് ഇങ്ങനെ ആകെ കട്ട പോലെയാവും. അപ്പോൾ നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടെടുക്കാം. ഇവിടെ ഞാനിവിടെ അപ്പുറത്തെ അടുപ്പിൽ വേറൊരു സാധനം കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനങ്ങനെ വെക്കാറില്ല. കാരണം ഇന്ന് നീന സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ലഞ്ച് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നീനയ്ക്കുള്ള ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ കൊടുത്തേക്കില്ല, കാരണം അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഒലിവ് ഓയിൽ ഇട്ടിട്ടാട്ടോ ചെയ്യുന്നത്. നമ്മുടെ മിക്സിങ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയിട്ടെടുക്കാം. കുറേ ഇട്ടിട്ട് ചെയ്യണ്ട കേട്ടോ, കുറേശ്ശെ ഇട്ടിട്ട് കറക്കിയിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ഓണാക്കി അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. പെട്ടെന്ന് അങ്ങോട്ട് മിക്സായി കിട്ടും. നമ്മളെല്ലാവരും മിക്സിയിൽ ഇട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ട്രിപ്പായിട്ടാട്ടോ കറക്കിയിട്ട് എടുത്തത്. കാരണം എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഇടരുത്. അപ്പോൾ നമുക്ക് ശരിക്കും പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഈ മിക്സ് വെച്ചിട്ട് നമുക്ക് പുട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും ഉണ്ടാക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് നല്ലൊരു ഷേപ്പ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഭയങ്കര പൊടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു സേവനാഴിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ഇതേപോലത്തെ അച്ഛന് ഇടുന്നത്, അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചായിരുന്നാലും കുഴപ്പമില്ല. ഒന്ന് അടയ്ക്കട്ടെ. ഇനി സേവനാഴിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മിക്സിങ് ഇടുക. ഈ മിക്സിങ് ഈ സേവനാഴിയിൽ ഒരു 3/4 ഭാഗം ഇടണം കേട്ടോ. ഒരു 3/4 ഭാഗം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തിരിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന മാവ് ഇതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റായിട്ട് വരും. പക്ഷേ ഈ മാവ് നല്ല ഒരുപാട് വെള്ളം പോലെയല്ല, നല്ല ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നമ്മൾ നൂലപ്പം ഇങ്ങനെ ഞെക്കുമ്പോൾ അങ്ങനെ വീഴില്ല, അതേപോലെ വീഴില്ല കേട്ടോ. പക്ഷെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇത് മുറുക്കാം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റായിട്ട് നല്ലൊരു അപ്പം പോലെ നമുക്ക് കിട്ടാം. ഇപ്പോൾ നന്നായിട്ട് മുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഉള്ളി കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ നൂലപ്പത്തിൻ്റെ അച്ചല്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ചും കൂടി വലുതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, ഒരുപാട് അങ്ങനെ വരില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇത് നമ്മൾ അടിയിലായിട്ട് നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പോകണത്. ഈ മുകളിൽ പതുക്കൊന്ന് ലൂസാക്കി കൊടുക്കുക. വേറെ ടൈറ്റിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഊരാൻ വേണ്ടിയിട്ട് പറ്റും. അതങ്ങനെ ഊരാ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചില്ല് മാറ്റാം. ഈ ചില്ല് മാറ്റുമ്പോൾ ഈ ചില്ലുമ്പോൾ ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ. വെള്ളം അങ്ങനെ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുമ്പോൾ നിറച്ച് ഒട്ടി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ വിചാരിക്കുന്ന ആ ടേസ്റ്റും വിചാരിക്കുന്ന ആ ടെക്സ്ചറും ഒന്നും കിട്ടില്ല.
ഈ മുകളിൽ നിന്ന് തിരിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇത് അടിയിലേക്ക് വീഴുമല്ലോ. അപ്പോൾ ഒന്ന് തിരിപ്പിക്കട്ടെ. ഇത് അടി കൂടെ താഴെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കയ്യിലെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലുതാണല്ലോ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്യും. ഇതേപോലെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ സേവനാഴിയിൽ മാവ് നമ്മളൊരു 3/4 ഭാഗം നിറയ്ക്കണം. അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ മുകളിലെ ടെക്സ്ചർ ആയിരുന്നാലും ഒരു പിരി എന്നുള്ള ഒരു ടെക്സ്ചർ കിട്ടും നമുക്ക്. അപ്പോൾ അത് ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഇത് ഉള്ളിൽ കണ്ടില്ലേ ഒരു ഇങ്ങനെ ഒരു പിരി പോലെ ഇരിക്കണില്ലേ, അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടല്ല ഇരിക്കുന്നത്. പക്ഷേ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ വരും, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റെഡി ആക്കിയിട്ട് വരുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെറുതെ ഗോതമ്പ് പുഴുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ വെള്ളം കുഴക്കുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളം ഒട്ടും കൂടരുത്. നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കണ പോലെ കുഴച്ചിട്ട് എടുക്കണം. പൊടി നനയ്ക്കണ പോലെ നനച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഈ ടെക്സ്ചർ കിട്ടുക. ഇങ്ങനെ ടെക്സ്ചർ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഈ ടെക്സ്ചറിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇരിക്കണം നമ്മുടെ ടെക്സ്ചർ. ഇതാണ് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരും. പിന്നെ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് 5 അപ്പം ഓട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ അപ്പങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല കേട്ടോ എടുക്കണത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ പോലെ ചെയ്യില്ലേ, അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓയിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കുക. ഷാലോ ഫ്രൈ ആകുമ്പോൾ ഒരുപാട് ഓയിൽ കുറച്ച് ഒഴിക്കണ്ട. ഇതിൻ്റെ ഒരു പകുതി നമുക്കൊന്ന് മുങ്ങി കിടക്കണം. എന്നാലും നമുക്ക് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കഴിയുമ്പോൾ ഉള്ളിലേക്ക് നമുക്ക് മുരിഞ്ഞിട്ടുള്ളൂ. ഇത് ഓരോന്നായിട്ട് വയ്ക്കുക. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറച്ച് വയ്ക്കരുത് കേട്ടോ. ഒരുപാട് നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കുടിക്കും. എന്നാൽ ഭയങ്കരമായിട്ട് തീ കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഓയിലിൽ നിന്ന് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തീ അത്യാവശ്യം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഓയിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് ഇരുന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി നല്ല എന്താ പറയുക, നല്ല പിരിപിരിന്നതിനെ വരും. നല്ലൊരു ബിസ്ക്കറ്റ് കഴിക്കുന്ന ടെക്സ്ചർ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കുകയും ചെയ്യരുത്, ഒരുപാട് തീ കുറച്ച് വെക്കുകയും ചെയ്യരുത്. കുറേ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കയറിയിട്ട് ഇതങ്ങോട്ട് പൊടിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും നമുക്ക് ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ടെക്സ്ചർ ആയിരിക്കില്ല കേട്ടോ കിട്ടുക. അപ്പോൾ ഇവിടെ ഞാൻ നല്ല ഒരെണ്ണം ഉണ്ടാക്കിയതിരിക്കുന്നുണ്ട്. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും, ഇതേപോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. വെറുതെ നമ്മൾ ഗോതമ്പ് കുഴച്ച് കഴിക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കും. പക്ഷേ ഇതാവുമ്പോൾ ശരിക്കും നമ്മൾ ആ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.